2020 MLA വന്നാൽ ആ മണ്ഡലത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മണ്ഡലമാക്കി മാറ്റുമെന്നാണ് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് അവകാശപ്പെടുന്നത്. PV ശ്രീനിജൻ കുന്നത്ത് നാട്ടിൽ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. താൻ മത്സരിക്കുമെന്നത് മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമെന്നാണ് സാബു എം ജേക്കബ് 24നോട് പറഞ്ഞത്. 2020 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ശക്തമായിട്ടുള്ള പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു. 2020യുടെ ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് 24നൊപ്പം ചേരുകയാണ്. നമസ്കാരം. ഇപ്പോൾ എറണാകുളം ജില്ലയിലടക്കം കൂടുതൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ ഉൾപ്പെടെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള പ്രചാരണ തന്ത്രങ്ങൾ? ഞങ്ങൾ ഈ സാധാരണ രീതിയിൽ ഉള്ള ഒരു സമീപനത്തിനേക്കാൾ വ്യത്യസ്തമായിട്ട്, അതായത് വിവിധ മേഖലകളിൽ, അതായത് ഇപ്പോൾ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പരിഗണിക്കാതെ വ്യവസായികളുണ്ട്, കർഷകരുണ്ട്, അങ്ങനെയുള്ള ഒരു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ നേരത്തെ മുതലെടുത്തിരിക്കുന്ന ഒരു നിലപാട്. NDA തന്നെ കൂടുതലായിട്ടും ചർച്ചകൾ നടക്കുന്നത് സീറ്റ് വിഭജന കാര്യത്തിലാണ്. 2020 ആണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് NDAയുടെ ഒപ്പം ചേർന്നൊരു പ്രധാന കക്ഷി. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ ഈ ഒരു സീറ്റ് വിഭജന ചർച്ചകളിൽ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇന്ന് കേരളത്തിൽ ഒരു സീറ്റ് വിഭജനത്തെ പറ്റി തർക്കമുണ്ടാകാത്ത, ഒരു അവസരമുണ്ടാകാത്ത ഒരേ ഒരു മുന്നണി NDA ആണത്. കാരണം സീറ്റിന് ഒരു തർക്കമുണ്ട് എന്ന് 2020യോ അല്ലെങ്കിൽ അതിലെ പ്രധാന കക്ഷിയായ BDJS ഒരു സ്ഥലത്തും പറഞ്ഞു കേട്ടിട്ടില്ല. സാബു എം ജേക്കബ് മത്സരിക്കും എന്നുള്ളതായിരുന്നു ആദ്യം മുതൽ തന്നെ കേട്ടിരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് മത്സരരംഗത്ത് നിന്ന് മാറിയത്? അല്ല, ഞാൻ മത്സരിക്കുമെന്ന് ഇവിടുത്തെ ഒരു മാധ്യമ സൃഷ്ടിയാണത്. ഞാൻ ആദ്യം മുതൽ പറയാറുള്ളൊരു സംഗതി, എന്നെ സംബന്ധിച്ച് അധികാരവും പണവും സ്ഥാനമാനങ്ങളും ഒന്നുമല്ല. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് തന്നെ ഈ നാട് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കുന്നത്ത് നാട്ടില് ഇപ്പൊ PV ശ്രീനിജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് NDAയും LDFും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്രാവശ്യം മറിയുമോ? അല്ല, ഇത് ശ്രീനിജന്റെ അഭിപ്രായമാണത്. അപ്പോൾ പുള്ളി എന്തൊക്കെയോ ഭയപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവിടെ മത്സരം ആര് തമ്മിലാണെന്ന് അന്തിമമായിട്ട് തീരുമാനിക്കേണ്ടതും വിധി എഴുതേണ്ടതും ഇവിടുത്തെ ജനങ്ങളാണത്. ഇപ്പോൾ ശ്രീനിജന് പലതും അവകാശപ്പെടാം, സജീന്ദ്രന് അവകാശപ്പെടാം. ഞങ്ങളങ്ങനെ അവകാശവാദങ്ങൾക്കൊന്നും ഞങ്ങൾക്കില്ല. ഇതിനൊപ്പം തന്നെ ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല പെരുമ്പാവൂരിൽ എന്ന് പറയുന്നു. 2020 ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലും അസ്വാരസ്യമായിട്ടും മറ്റ് പാർട്ടികളിൽ നിൽക്കുന്ന ആളുകളായിട്ട് ചർച്ച ഇതിനോട് നടത്തിയിട്ടുണ്ടോ? എൽദോസ് കുന്നപ്പള്ളിയോ അല്ലെ മറ്റാരെങ്കിലും ആയി? അല്ല, ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ സംസാരിക്കാറുണ്ട്. പല ആളുകളും വിവിധ പാർട്ടികളിൽ അങ്ങനെയുള്ള സൗന്ദര്യപ്പിണക്കമുള്ളവർ, സീറ്റ് കിട്ടാത്തവരൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പലരുമായിട്ടൊക്കെ ഞങ്ങളുടെ അടുത്ത് വരാറുണ്ടത്. അതല്ലാതെ ഞങ്ങളായിട്ട് അങ്ങോട്ട് പോയിട്ട് ആരോടും സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ വിവിധ വിഷയങ്ങളിൽ അഭിപ്രായം പറയുകയായിരുന്നു, നിലപാട് പറയുകയായിരുന്നു സാബു എം ജേക്കബ്. സ്വാതിക്കൊപ്പം വിപിൻ C വിജയൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.